അപ്പോഴേ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ സലാങ്കാക്കാന്റെ വീട്ടിലാണ്. നീലിയാട്ട് അല്ലേ, നെയ്ലിയാട്ട് സലാങ്കാക്കാന്റെ വീട്ടിൽ. സലാങ്കാക്കാന്റെ വീട് വരുന്നത് നമ്മളെ വൈലത്തൂർ പൊന്മുണ്ടോ വേറെന്താണ് പനയങ്ങൽപ്പടി. പനയങ്ങൽപ്പടി, അതായത് അവിടെ കുറച്ച് എന്തൊക്കെ ഒരു അഗ്രികൾച്ചർ അല്ലേ, അതിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ട് വന്നിട്ട് രണ്ട് വളവാ ഒരു വളവ് കഴിഞ്ഞാൽ അല്ലേ, ഒറ്റ വളവ് കഴിഞ്ഞാൽ നമ്മളെ കാക്കാൻ്റെ വീടെത്തി. അപ്പോൾ ഇവിടുത്തെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുന്നേ ഞാൻ അവിടെ ഒരു പാമ്പിനെ പിടിക്കാൻ വന്നിട്ടുണ്ട്. പാമ്പിനെ പിടിക്കാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രസമാണ്. അവർ ഇവിടെ അതൊരു പൈപ്പിൻ്റെ ഉള്ളിൽ, അതായത് അവർ പൈപ്പ് വെച്ച് കൊടുത്താൽ പൈപ്പിൽ കയറി അതിൽ അത് കുടുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്നുള്ള അവസ്ഥയിലായി. അപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത സമയത്ത് നമ്മളെ വിളിച്ച് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് അതിനെ നമ്മൾ ബാഗിലാക്കിയത്. അപ്പോൾ ഒന്ന് നമ്മൾ പാമ്പ് എന്താണെന്ന് അറിയാതെ പാമ്പിനെത്തി കളിക്കരുത്. പാമ്പിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള അറിയില്ല. നല്ല വിശന്നിരിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഇണചേരുന്ന ആ സമയത്തൊക്കെ, മുട്ടയിട്ട സമയമൊക്കെ എന്നുണ്ടെങ്കിൽ നല്ല ആൾ അഗ്രസീവ് ആവും. അപ്പോൾ അത് എപ്പോഴാണ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ പാമ്പ് എന്താണെന്ന് അറിയാതെ പാമ്പിനായിട്ട് കളിക്കാതിരിക്കുക. അപകടം നമ്മൾ ചോദിച്ചു വാങ്ങരുത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അന്ന് നമ്മൾ അങ്ങനെ സംസാരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ, അതായത് കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വിളിച്ചത്. ഇവിടെ വന്നിട്ട് ഇതാ ഈ ഒരു കോഴിക്കോട്ടിൻ്റെ ഉള്ളിലാണ് സാധനം ഉള്ളത്. ഇവിടെ തന്നെയായിരുന്നു അന്ന്, ഈ കൂട്ടിൽ തന്നെയായിരുന്നു തന്നെ. അപ്പോൾ ഈ കൂട്ടിൽ വരാനുള്ള സ്പേസ് നിങ്ങൾ അടച്ചോളണം കേട്ടോ. കാരണം നമുക്കിപ്പോൾ പാമ്പിനെ പിടിക്കുമ്പോൾ പിടിച്ചാണ്ട് കൊണ്ടുപോവാം. നിങ്ങൾക്ക് 1-2 കോഴിയൊക്കെ ചത്തുണ്ടെങ്കിൽ സങ്കടമല്ലേ, നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചിട്ടില്ലല്ലോ. ഒന്നും വേണ്ട, നമ്മൾ ഈ മുട്ടൊക്കെ എടുക്കാൻ വരുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാലോ. അപ്പോൾ ഈ വരാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് അടക്കേണ്ടി. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവരെ ഒഴിഞ്ഞ പറമ്പിൽ ഒരു കൂടുണ്ടാക്കിയതാണ്. വീട് കുറച്ച് അപ്പുറത്തേക്കാണ്. എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആളതിൻ്റെ അടിയിലുണ്ട്. നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തുറന്നപ്പോൾ പിന്നെ കുറേ നോക്കിയ സമയത്ത് നമ്മൾ കാണുന്നില്ലായിരുന്നു. പിന്നെ ഈ സാധനം മറിച്ചപ്പോഴാണ് ആളതിൻ്റെ ഉള്ളിൽ കണ്ടത്. അസൽ മൂർഖൻ തന്നെയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തിരൂർ ഏരിയയിൽ മൂർഖൻ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാവരും ചോദിക്കുന്നത് എത്ര മൂർഖനുണ്ടോ. മൂർഖനെ കിട്ടണുള്ളൂ. ഇന്നിപ്പോൾ ഒരു പച്ചളിപ്പാമ്പിനെ കിട്ടി. അത് പച്ചളിപ്പാമ്പിനെ കിട്ടൂല, അത് ഏറെ വിഴുങ്ങിയിട്ട് കിടന്ന കാരണം കിട്ടിയതാണ്. അപ്പോഴേ നമ്മൾ ഒട്ടും സമയം കളയണില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഉള്ളിലാക്കല്ലേ. അപ്പോൾ നമ്മളെ ഇവിടെ വഴി മറന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളെ അങ്ങോട്ട് വീട്ടിൽ സ്വന്തം, അതായത് പാമ്പിന്റെ സ്വന്തം വീട്ടിൽ എത്തിച്ച ആളാണ് നിസാറാക്ക് ഭയങ്കര എന്താ അവിടെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കല്ലേ എന്നായിക്കോ. ഒരു കോഴിമുട്ട ഉണ്ട്, ഇനി ഇത് കഴിക്കാതിരിക്കണ്ട കേട്ടോ. അല്ല അത് തിന്നിക്കണേ. ഇല്ല, ഇവരവിടെ ഒറ്റയ്ക്കാണ്. അത് തിന്ന് തുപ്പിയാതെ അഴുക്കാൻ പറ്റൂല. കോഴിമുട്ടല്ലേ, കോഴിമുട്ട നമുക്ക് ഇനിയും കിട്ടും. കോഴി ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടാത്തൊരവസ്ഥയാണ്. മറിക്കാനും പറ്റും, ഈ കൂട്ടി തന്നാലും പറ്റൂലല്ല. ശരിക്കാണ് പോയി അപ്പുറം വരുന്ന അതിന്റെ എത്ര ആണുങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ വന്ന് പിടിക്കണേ. ഇതല്ല കഥ. അതെ, പാമ്പിനെ ഇനി പേടിയായില്ല. കണ്ടില്ലപ്പോ നിങ്ങള് നേരത്തെ കാണാൻ പൊന്തിച്ചപ്പോഴേ ഓടാൻ പറ്റും. കാണണ്ട എന്താണ് നിങ്ങൾ പോണ്ടല്ലോ അവിടെ കോട്ടെ
മറ്റുള്ളവർ ഓടുമ്പോ ഇങ്ങോട്ട് വരണം നോക്കണേ. ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞാൽ മതി. നമുക്കിത് നിങ്ങൾ ചാക്കി വെച്ചിങ്ങനെ ഇവിടെ അരുകൂടി തന്നെ പോകാന്നുണ്ടോ? അതെ ആ മൂലക്കുണ്ട്. പാമ്പിന്റെ തിരിപ്പിക്കുന്നില്ലേ ഇവിടെ കോർണർ. ഞാൻ ഇറങ്ങേണ്ടി വരുവാ. പാമ്പിനെ പിടിക്കാനാ എന്നാ പിന്നെ വില വിളിച്ചെന്ത് പിന്നെ ഇവരെ വിളിക്കേണ്ട ആവശ്യം വന്നില്ല. ധൈര്യത്തിനവരുള്ളത് പാമ്പ് തെറ്റോറേറ്റോ കളിക്കണേ. ആകെ മുട്ടതോടും ഒന്നാണ്ടോടും, പിന്നെ അവിടത്തോടും, പിന്നെ മുട്ടന്റെ അടുത്തേക്ക് ഓടും. ഉച്ച കാണൂല ആ ഗ്യാപ്പ് കൂടി പോവാ അവിടെ. ഞങ്ങൾ ഓടുമ്പോഴേ നമുക്ക് അതിക്ക് ശ്രദ്ധിക്കേണ്ട അവസ്ഥ വരും. നിങ്ങൾ പോയിക്കാല്ലേ അവളോടല്ലേ അവൾക്കറിയാം. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളൊന്നും പറയണ്ട, അവളെടുത്തോളൂ. ചെറുതാണ് എല്ലാവർക്കും എല്ലാവരും ഞാനാ പറയാൻ തോന്നുന്നു. പിന്നെ അവിടെ പോയാ ആ ഞാൻ തന്നെ ആ ഗ്യാപ്പ് കൂടി പോകും. ഇതാ പോലും ഇതാ നല്ല മൂർഖനാ. ഗ്യാപ്പ് ഉണ്ട് അല്ലേ? അതിന് അവിടെ ഗ്യാപ്പുണ്ട്. ചെറുതാന്നല്ല നല്ല മൂർഖനാണ്. അടിപൊളി മൂർഖനാണ്. ഈ എവിടുക്കാ മാർക്ക് മാർക്ക് എന്റെ ബാക്കിൽ നിന്ന് മാറി, എന്റെ ബാക്കിൽ നിന്ന് മാറി, എന്റെ ബാക്കിൽ നിന്ന് മാറി. നിങ്ങളെ വിശ്വസിച്ചിട്ട് കൂടെ തീങ്ങളെ കണക്കായി. അപ്പോഴേ നമ്മളെ സലാങ്കാക്കാൻ്റെ സ്വന്തം പാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഈ കൂട്ടിൽ നിന്ന് കുറേ നമ്മൾ നോക്കി കിട്ടിയില്ല. ലാസ്റ്റ് ഈ കൂട്ടിലേക്ക് കയറി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടോ? അങ്ങനെയാണ്ട് കയറിയാൽ ഷീറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകൂലേ. അപ്പോൾ ചിലപ്പോൾ അതിന് പോകാൻ വിധിയില്ല, നമ്മളെ കൂടെ വരാനേ വിധിയുള്ളൂ. കാരണം ആ ഒരു ആപത്ത് ഇവിടുന്നാണ്ട് പോയല്ലോ അല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല. അത് പേടിച്ചോണ്ട് ചിലപ്പോൾ വരാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും എന്താ പറയുക, വന്നെങ്കിലോ പണി കിട്ടും. അപ്പോൾ എന്തെന്നായാലും നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിയിട്ടുണ്ട്. ഇത് മുറുകേഷാണ്. പത്തി വിടർത്തിയില്ല, ഇനി എന്ത് ചോദ്യമാണ്? പത്തി ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യമില്ല. നമ്മളവിടെ മുറുക്കൻ തന്നെ ഉള്ളൂ പത്തി വിടർത്തുന്ന ആൾ കേട്ടോ.
അപ്പോൾ നമ്മൾ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ ക്യാമറ വുമണായിരുന്നു, അവൾ ഓടി. എന്തായിരുന്നു അവളെ പേരെന്തായിരുന്നു? സാധ്യ മോള് ഓടി. അത് പറയണ്ട, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഉള്ളതുണ്ടാവും എന്തായാലും. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.